ഇന്നത്തെ നമ്മുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബാർബിക്യൂ ചിക്കൻ ഫ്രൈങ് പാനിൽ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇത് നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത് കേട്ടോ. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും ഇന്ന് പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് പിരിയൻ മുളകിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ നമ്മൾ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല സ്പൈസി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം ചതച്ചെടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും. ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മാത്രം എടുത്ത് അതിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തൈര്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഈ ഒരു റെസിപ്പിയിൽ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഒലിവ് ഓയിലോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നന്നായി അരവ് മിക്സ് ചെയ്തെടുത്തതിനകത്തോട്ടേക്ക് ഇനി ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരിത്തിരി മാത്രം സോയാ സോസ്, 1 ടീസ്പൂൺ സോയാ സോസും 2 നുള്ളു മാത്രം പഞ്ചസാരയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ അരവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം. രാവിലെ തയ്യാറാക്കി വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അടുത്തതായിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ്, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. ചൂടായ എണ്ണയിലോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ നല്ലതുപോലെ ഉരുകി റെഡിയായി വന്നതിന് ശേഷം ഞാനിവിടെ ചിക്കൻ ഒരു 4-5 മണിക്കൂറിനടുത്ത് ഫ്രിഡ്ജിനകത്താണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടേബിൾ സ്പൂൺ ബട്ടറും തന്നെ ഈ റെസിപ്പിക്ക് ധാരാളമാണ്. അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ട് വരുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ബാർബിക്യൂ സോസാണ്. അപ്പോൾ ഈ ഒരു സോസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് കുറച്ച് വലിയൊരു ബോട്ടിലാണ്. ഇതിന് 150 രൂപയാണ് വില. ഇതിൻ്റെ തന്നെ ചെറിയ പാക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം അതായത് ഈ റെഡ് ചില്ലി സോസ് കണ്ടോ, ഇതൊരു ചെറിയ പാക്കറ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ പാക്ക് ബാർബിക്യൂ സോസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അടുത്തതായിട്ടൊരു പാൻ വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നല്ലതുപോലെ ഉരുകി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബാർബിക്യൂ സോസിൽ നിന്ന് 2 ടേബിൾ സ്പൂണും റെഡ് ചില്ലി സോസിൽ നിന്ന് 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 നുള്ളു പഞ്ചസാരയും 2 നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ റെസിപ്പി അത്യാവശ്യം കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഇതിനകത്ത് പെപ്പർ ആണെങ്കിലും എല്ലാം കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് സ്പൈസിയും അതുപോലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സോസൊക്കെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണുള്ളത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഈ ചിക്കനുമായിട്ട് സോസിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ 2 സോസിനകത്ത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് മിക്സായി നല്ലതുപോലെ കോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടോ, സോസിനകത്ത് ഇടുന്ന ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറും നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാർബിക്യൂ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എള്ളാണ്, വെള്ള എള്ളും അതുപോലെ കുറച്ച് മല്ലിയിലയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു രീതിയിൽ നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.